പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥിന് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ആരും പ്രതീക്ഷിച്ചതല്ല. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഗംഗയും വീട്ടുകാരും. പക്ഷേ മനുവാകട്ടെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. കാര്യങ്ങൾ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഗംഗ ധൈര്യമായിരിക്കൂ. ഒരു പ്രശ്നവും സിദ്ധാർത്ഥിനുണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ കാണുന്നതിനായി മനു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് സിദ്ധാർത്ഥിനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് സിദ്ധാർത്ഥ് തുറന്നു പറയുന്നു. ആരോ മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഫീലാണ് എനിക്ക് ലഭിച്ചത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊരു ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത പോലും അവിടെ ഇല്ല. ഇത് കേട്ടതിനെ തുടർന്ന് മനുവിൻ്റെ മനസ്സിലേക്ക് പുതിയ ചിന്തകളാണ് കടന്നു വരുന്നത്. ആരായിരിക്കും ഇതിന് പിന്നിൽ കളിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു. കാശിനാഥൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു മനുവിന്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ സത്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരണം. കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന മനു ഇതേ തുടർന്ന് കാശിനാഥനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എടാ, നീ അല്ലേടാ ആ അപകടത്തിന് പിന്നിൽ കളിച്ചത്. എനിക്കറിയാം ഇതിന് പിന്നിലെ കരങ്ങൾ നിന്റേത് തന്നെയാണ് എന്ന്. ഇത് കേൾക്കുന്ന കാശിനാഥൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഓ, അപ്പോ വിചാരിച്ചതുപോലെയല്ല. നീ പൊട്ടനല്ല. നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാം. മനസ്സിലാക്കി കളഞ്ഞു അല്ലേ? അതേടാ ഗംഗ, അവൾ എൻ്റെ പെണ്ണ. അവളെ മറ്റൊരുത്തൻ ഇവിടെ വന്ന് സ്വന്തമാക്കുന്നത് അങ്ങനെ കയ്യും കെട്ടി കണ്ടു നിൽക്കുന്നവനല്ല ഈ കാശിനാഥൻ. അവൾക്ക് ഒരു വിവാഹമുണ്ട് എങ്കിൽ അത് കാശിനാഥൻ്റെ കൂടെ തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം അവൾക്കൊരു വിവാഹം നടക്കില്ല. ഇത് കേൾക്കുന്ന മനു, നിന്നെ ഞാൻ കണ്ടോളം. ഇപ്പോഴല്ല, പിന്നെ. പക്ഷേ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗംഗയുടെ വിവാഹം നടത്തും. അത് ഞാൻ നിനക്ക് മുന്നിൽ വെക്കുന്ന വെല്ലുവിളി തന്നെയാണ് എന്ന് വ്യക്തമാക്കി മനു അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ കാശിനാഥൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.